சிடு சிடு சினம் சீரும் மனம் எதிர்ப்புகள் வரும் முறைத்து கடக்கிறேன் கடுகடு முகம் காயும் ரத்தம் கொதி கொதித்திடும் வேகம் எடுக்கிறேன் பணிந்து நடக்கும் அடிமை இல்லை தன்மானமே பலம் இதயம் மறைக்கும் உடைகள் இல்லை. ഈ 2 ആഴ്ച എന്നൊക്കെ പറഞ്ഞാ ഇപ്പൊ കഴിയും, എല്ലാം വേഗമാണ്. അല്ല, മോളുടെ കല്യാണമായിട്ട് ഈ വലിയേട്ട എവിടെ പോയി കിടക്കുക? ഞാൻ എത്തി. നിങ്ങളല്ലോ ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ മനുഷ്യ? ഓ, അപ്പൊ അതുകൊണ്ടല്ലേ വന്നേ? അതും പറഞ്ഞ് ഇപ്പോഴാണോ നിങ്ങൾ കയറി വരണ്ടേ? അല്ലാതെ വന്നില്ലേ? ഏട്ടൻ വന്നിരിക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എന്നാലൊന്നും വിളിക്കായിരുന്നു, ഞങ്ങൾ പിക്ക് ചെയ്യാൻ വരില്ലായിരുന്നോ? അത് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി അതാരും വിളിക്കാന്ന്. അവിടെ നിന്ന് നോക്കാതെ വന്ന കാര്യം പറ. എന്താ ചെയ്യണേ? കൂടുതൽ കാര്യം അന്വേഷിക്കാതെ നീ വന്ന കാര്യം പറ. അതിനെന്തിനാ ഇത്ര ചൂടാവണേ? അലിസോടൊക്കെ ചിരിച്ച് സംസാരിക്കാറുണ്ടല്ലോ. എപ്പോ? ഞാൻ അവളെ നോക്കി ചിരിക്കാറില്ലല്ലോ. പക്ഷെ സംസാരിക്കാറുണ്ടല്ലോ. എന്നാ പറ, എന്താ നിനക്ക് അറിയണ്ടേ? നാളെ എവിടേക്കാ പോണേ? നെക്സ്റ്റ് മന്ത് എനിക്കൊരു മാച്ച് വരുന്നുണ്ട്. അപ്പോൾ ഹോട്ടലിൽ അതിനെ ബേസ് ചെയ്ത് സം ഡിസ്കഷൻ, മീറ്റിംഗ് ആൻഡ് എ പാർട്ടി. ഓ, അപ്പോ കുറെ പേർ ബോക്സേഴ്സ് ഒക്കെ വരുമല്ലേ? വരും. എന്നാ ഞാനും വരാം. അതൊന്നും വേണ്ട, അവിടെ അത്രയ്ക്ക് സേഫ് ഒന്നും ആയിരിക്കില്ല. അവരും കൂടെ വരട്ടടാ, അവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. പിന്നെ എല്ലാരും കൂടെ പോവാൻ ഇതെന്ത് ഫാമിലി ട്രിപ്പാ? അതിനവരും കൂടെ വന്നു വെച്ച് ഒന്നും ഉണ്ടാവാൻ പോണില്ല. ശരി, പക്ഷെ അവിടെ ചെന്ന് നിന്റെ കുരുത്തക്കേടൊന്നും ഒപ്പിക്കാൻ പാടില്ല, പറ്റോ? ജിയോൺ അല്ല, മിഥുനേട്ടനാണേ സത്യം. എനിക്ക് തന്നെ വെച്ചല്ലേ. നീയായി ചോദിച്ചു മേടിച്ചതല്ലേ, അനുഭവിച്ചോട്ടാ. നടക്കില്ലെന്ന് പറഞ്ഞ നടക്കില്ല. അമ്മ പ്ലീസ്, ഒരു 2 ദിവസത്തെ കാര്യല്ലേ. പിന്നെ ഇവിടെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോഴാ അവളൊരു ചേനക്കാര്യം. പറ്റില്ല. എന്നാ അവിടെ നൈറ്റ് സ്റ്റേ ആക്കില്ല, എങ്കിൽ വിടോ. എന്നാ ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പോ ഈ പാർട്ടിക്ക് എന്താ സാറ് ഞങ്ങളൊന്നും വിളിക്കാഞ്ഞേ? അത് ഞങ്ങൾ വലിയവർക്കുള്ള പാർട്ടിയാ, കുട്ടികൾക്കുള്ളതല്ല, അതുകൊണ്ടാ. അപ്പൊ ചേച്ചീനെ എന്തിനാ കൊണ്ടുപോണേ? ചേച്ചി കുട്ടിയാണെന്നല്ലേ നിങ്ങളെല്ലാരും പറയാറ്? ആ അതന്നെ, അതുകൊണ്ട് നിങ്ങൾ ആരും പോണ്ട. വലിയ പപ്പേ. ചേടാ, അവര് പോട്ടേ. അവൾ ഒറ്റയ്ക്കല്ലല്ലോ, പാച്ചും ലച്ചും കൂടിയില്ലേ, പിന്നെന്താ? എന്താന്ന് ചേച്ചി? എന്നാ ഇതെങ്ങനെയുണ്ട്? കൊള്ളാവോ? സൂപ്പർ അല്ലേ? എന്റെ പൊന്നുമോള് നീ സാധാ വേഷത്തിൽ വന്നാ മതി. ഓക്കേ. എടാ, ഞാൻ സാറിനെ കണ്ടിട്ട് വരാം. അല്ല, നിങ്ങ വായോ, നമുക്ക് അവിടെ എവിടെയും പോയിരിക്കാം. ഇതിപ്പോ ഇവിടെ കുറെ പേരുണ്ടല്ലോ. അതിൽ പകുതിയും കമ്പനി ഓണേഴ്സാ. ആക്ച്വലി അവർക്ക് വേണ്ടിയാണ് ഇങ്ങനത്തെ മാച്ചൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെ മാച്ച് നടത്തുന്നത് ഇല്ലീഗലല്ലേ? അതാണ്, ബട്ട് സ്റ്റിൽ അങ്ങനെ നടത്തുന്നവരും ഉണ്ട്.
ആക്ച്വലി ലോസിൽ നിന്നൊക്കെ നമ്മുടെ ഹെൽത്ത് സേഫ്റ്റീനൊക്കെ ബേസ് ചെയ്ത് അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഇങ്ങനത്തെ ഓരോ മാച്ച് കണ്ടക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ജിയോൺ സാർ എന്തിനാ ഈ മാച്ച് ചെയ്യുന്നത്? ആ കമ്പനിയായി അവന് ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ട്. ലൈക്ക് ഫാമിലി ഫ്രണ്ട്സ്? ആക്ച്വലി എൻ്റെ ഒരു അങ്കിളിൻ്റെ ഫ്രണ്ടാണ് അവിടുത്തെ ഓണർ. അവനെ പാസ്റ്റിൽ അവർ കുറച്ച് സഹായിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ജിയോൺ സാറിൻ്റെ ഫാമിലി? ഇല്ല, ചേട്ടൻ മിഥുനേട്ടൻ്റെയും അങ്കിളുടെ ഒപ്പം താമസിക്കുന്നത്. ഓ, അതും പറഞ്ഞ് നിങ്ങൾ അവനെ അനാഥനൊന്നും ആക്കണ്ട. ഞാൻ, ഫെലിക്സ്, അങ്കിൾ എല്ലാവരും അവനെ സ്വന്തം തന്നെയാണ്. അല്ല, നിങ്ങൾക്കാർക്കും വിശപ്പൊന്നുമില്ലേ? വാ, എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. Hey, Jion. Long time no see, huh? എനിക്കറിയായിരുന്നു എൻ്റെ ഒപ്പോണന്റ് നീ തന്നെയാവുന്നു. ആരാ അത്? എഡ്വിൻ റോയ്. He used to be our final opponent. He's a good player, but തോൽവി എടുത്തെന്ന് മനസ്സിലാക്കുമ്പോൾ always do some cheapy tricks. Last year he got disqualified. അവൻ്റെ വിചാരം അവൻ ഡിസ്ക്വാളിഫൈ ആയതുകൊണ്ടാണ് ജിയോൺ ജയിച്ചെന്ന്. That was a good intro. Whatever. Be prepared, man. Let's meet in the ring. അതിനാദ്യം താൻ തൻ്റെ ഡേർട്ടി ട്രിക്സ് യൂസ് ചെയ്യാതെ ഫെയർ ആയി കളിക്കാൻ നോക്കുന്നു. നോക്കിക്കോ, ഇപ്രാവശ്യം തന്നെ റിങ്ങിൽ വെച്ച് തോൽപ്പിച്ചാൽ എൻ്റെ ജിയോൺ സാർ ജയിച്ചിരിക്കും. സോ ബി പ്രിപ്പയർഡ് മിസ്റ്റർ എഡ്വിൻ റോയ്. വാ പോവാം. ശരിക്കും നിങ്ങൾ ഇത്ര ഫ്രണ്ട്ലി ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതിന് നിങ്ങൾ ഇത്ര കമ്പനിയാണെന്ന് ഞങ്ങളും വിചാരിച്ചില്ല. പാച്ചു ലച്ചു കൊള്ളാം, നല്ല റൈം വേർഡ്സ് പോലെ ഉണ്ട്. റൈം ബേർഡ്സ് അല്ല, ലവ് ബേർഡ്സ്. കൊച്ചു പിള്ളേര് വരെ സെറ്റായി. നീ ഇങ്ങനെ നടന്നോ? ഒന്ന് മനസ്സ് വെച്ചാ ഇപ്പൊ അവൻ. Alex, get her details. ഇതോർത്ത് ഇനി ഫെലിക്സ് ചേട്ടൻ വിഷമിക്കരുത്. ഇവര് സെറ്റായിന് അവനെന്തിനാ വിഷമിക്കണേ? ഫെലിക്സിന് പാച്ചുവിന് ഇഷ്ടമായിരുന്നു. അവനിഷ്ടം ലിസേനല്ലേ? അതിന് ലിസ നോക്കുന്നത് സാറിനെയല്ലേ? ഇതിപ്പോ ലവ് സ്ക്വയറോ സർക്കിളോ? അപ്പൊ നമ്മ വെറുതെ മിണ്ടണ്ട, ഒന്നറിയാത്ത പോലെ ഇരുന്നോ. Bottles in the ice, like a blizzard. When we drink, we do it right. Getting slizzard, sipping scissor in my ride, like 3-6. Now I'm feeling so fly, like a G6, like a G6, like a G6. Now I'm feeling so fly, like a G6. So, we met again. Oh, what was it?
അമൂല്യ അമൂല്യ ചന്ദ്രൻ. എൻ്റെ സ്റ്റുഡൻറ് കൊള്ളാം. നമുക്കൊന്നോടൊന്ന് കാണണം. നീ എന്തിവിടെ? എന്താടാ, വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, നീ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഇവിടെ ഒന്നും അവർക്ക് പരിചയമില്ലല്ലോ, അതുകൊണ്ടാ. എഡ്വിൻ,